ഹായ്, വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. ഇന്ന് പറഞ്ഞുതരാൻ പോകുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ ഫോണിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ഓൺ ചെയ്ത് വെക്കണം. ഈ ഒരു വീഡിയോ ഞാൻ മുൻപ് 2 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പലരും ഈ ചതിക്കുഴിയിൽ വീഴുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ ഞാൻ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ പറയുന്ന പോലെ സെറ്റിംഗ്സ് ഒന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചെയ്ത് വെക്കാത്തവരാണെങ്കിൽ നിർബന്ധമായും ചെയ്തു വെക്കുക. കാരണം നമ്മൾ പല ചതിക്കുഴികളിലേക്കും നമുക്ക് ഇതുവഴി നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് പറയുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ബട്ടൺ, തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പല വെബ്സൈറ്റുകളിൽ നമ്മൾ കയറാറുണ്ട് അല്ലെ. ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ പല വെബ്സൈറ്റുകളിൽ കയറാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എന്തെങ്കിലും വെബ്സൈറ്റിന് ലിങ്ക് ഒക്കെ അയച്ചിരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കയറാറുണ്ട്. ഇങ്ങനെയൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് പലയധികം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ മെയിലിലേക്ക് തന്നെ ഗൂഗിളിൽ തന്നെ പല മെസ്സേജുകളും വരുന്നുണ്ട്. അതായത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ സെറ്റിംഗ്സ് ഓൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഞാൻ ഈ പറയുന്ന പോലെ ചെയ്തു വെക്കുക. അതായത് നമ്മളെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം 3 ഡോട്ട്സ് കാണാം. ആ 3 ഡോട്ട്സിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ, നമ്മൾ ആ സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാം. ആ പ്രൈവസിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുന്നുണ്ട് സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് നിങ്ങൾ ചെയ്തവരാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം. ഇല്ലാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്തു വെക്കുക. ആ സേഫ് ബ്രൗസിംഗിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ട എൻഹാൻസ്ഡ് ബ്രൗസിംഗ് കാണിക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ബ്രൗസിംഗ് കാണിക്കുന്നുണ്ട്, പിന്നെ ഏറ്റവും താഴേറ്റ് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാത്ത രീതിയിലും കാണിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കണ്ട എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ആണ് ആക്കി വെച്ചത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ക്രോമിൽ നോക്കുക, നിങ്ങൾ സ്റ്റാൻഡേർഡിലാണോ അല്ലെങ്കിൽ നോ പ്രൊട്ടക്ഷനിലാണോ നിങ്ങൾ നിൽക്കുന്നതെന്നുള്ളത്. നിങ്ങൾ സ്റ്റാൻഡേർഡിലാണെങ്കിലും ഈ പറഞ്ഞ നോ പ്രൊട്ടക്ഷനിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷനിലേക്ക് മാറ്റി വെക്കണം. അത് ഗൂഗിൾ തന്നെ നിങ്ങളുടെ നിർബന്ധമായിട്ട് പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് ചെയ്തു വെക്കേണ്ടതാണ്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ സെക്യൂരിറ്റിക്കായി ചെയ്തു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബാക്ക് ചെയ്യാം. ബാക്ക് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം യൂസ് സെക്യൂർ DNS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. യൂസ് സെക്യൂർ DNS, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേലെ കാണാം യൂസ് സെക്യൂർ DNS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അത് ഞാനിവിടെ എനേബിൾ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ എനേബിൾ അല്ല ചെയ്തതെങ്കിൽ ഉടൻ തന്നെ അത് എനേബിൾ ചെയ്ത് വെക്കുക. ഇവിടെ എനേബിൾ ചെയ്ത് വെക്കാനുള്ള മേലെ ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ താഴെ കാണുന്നുണ്ട് ചൂസ് അനദർ പ്രൊവൈഡർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു വെച്ചാൽ ചൂസ് അനദർ പ്രൊവൈഡർ. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കസ്റ്റമൈസ്ഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ. അവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു 1, 2, 3ാമത്തെ ഓപ്ഷൻ അല്ലെ, ക്ലൗഡ് ഫ്ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ. ആ ക്ലൗഡ് ഫ്ലെയറിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ആ വെബ്സൈറ്റ് തന്നെയായിരിക്കും പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിലേക്ക് കയറി കഴിയുന്ന സമയത്ത് അത് റീഡയറക്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് പോകും. എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്തു വെക്കുക.